ഇത് ഒരാഴ്ച മുമ്പത്തെ അവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ ചെറിയ മാറ്റമുണ്ട്. ഇങ്ങനെയല്ല, കുറച്ചും കൂടെ മെറ്റലൊക്കെ ഇട്ട് റോഡൊന്നും തോന്നിക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. റോഡായിട്ടില്ല, എങ്കിലും മെറ്റലിട്ട് ഹൈറ്റ് കുറച്ചിട്ടുണ്ട് കുഴിയുടെയൊക്കെ. തുറവൂരിൽ ഒരു പാലം പണി നടക്കണ കാരണം വണ്ടി തിരിച്ചു വിടുന്നത് തുറവൂരിൽ നിന്ന് തിരിച്ച് ഒന്നെങ്കിൽ തീരദേശ ഹൈവേ വഴി പോവാം, അല്ലെങ്കിൽ നമ്മുടെ ഈ കുമ്പളങ്ങി അങ്ങോട്ട് വന്ന ആ റൂട്ട് കയറാം. ആ റൂട്ട് കയറി കഴിഞ്ഞാൽ റോഡിൻ്റെ അവസ്ഥ ഇതാ, മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ്. ഇത് പാച്ച് വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1 കൊല്ലം ആയിട്ടില്ല. കഴിഞ്ഞ ഡിസംബറിലാണ് ഓണം കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ടാണ് ഇത് പാച്ച് വർക്ക് ചെയ്തത്. ഡിസംബറിലാണ് അല്ലെങ്കിൽ ഈ ജാനുവരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാച്ച് വർക്കൊക്കെ കഴിഞ്ഞ് എവിടെ തൊട്ടാണ് പാച്ച് വർക്ക് തുടങ്ങിയെന്ന് വെച്ചാൽ കുമ്പളങ്ങിന്ന് എഴുപതിനൊക്കെയുള്ള പാലമില്ല, ആ പാലം ഇറങ്ങണ അവിടെ തൊട്ട് ഇങ്ങോട്ട് പാച്ച് വർക്കൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞത് സംഭവം ഇങ്ങനെ. ഇവിടെ നിന്ന് ഇപ്പോൾ കുമ്പളങ്ങി എത്തുന്നതിന് മുമ്പ് മൊത്തം കുണ്ടും കുഴിയും ചിലയിടത്തൊക്കെ വണ്ടി നിർത്തിയൊക്കെ എടുക്കണം, ബസ് വരെ നിർത്തിയെടുക്കണം. ഇത് അഴിമതി കൊണ്ടൊന്നും ഉണ്ടാകണമല്ല, വെള്ളക്കെട്ടും പിന്നെ മറ്റു ചില കാരണങ്ങൾ. ഞാൻ ഓടി കേൾപ്പിക്കാതെ ഇതുമായിട്ട് മാച്ച് ആവും നോക്ക്. 1000 രൂപ. 1000 ഉലുവേ? അതിന് പിള്ളച്ചൻ തനിയെ പോയാ മതി, ഞാനില്ല. എന്താ ഈ കാശ് പോരെ? കൂട്ടണോ? കൂട്ടാം. 1 രൂപ, 1001 ഒരു കണക്കായിക്കോട്ടെ. സംഗതി നമ്മൾ ചെയ്യുന്നത് ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ? കേസിനൊരു ബലം കിട്ടണമെങ്കിൽ 25,000 രൂപയെങ്കിലും വേണം. 25,000 രൂപ തൊണ്ടിയെടുത്താൽ ഈന പേച്ച് ചപ്പടാച്ച്. അതെ, ഇപ്പം പാപ്പച്ചി അതിന് മാൻ തോന്നുള്ള ഉറപ്പാ. അതാ പറഞ്ഞത് 1000 രൂപ പോരാന്ന്. അതിൽ നാറി മാന്തിയാ നമുക്കൊന്നും കിട്ടൂല. നേരെ മറിച്ച് 25,000 രൂപയാണെങ്കിൽ 15,000 രൂപ മാന്തിയാലും ബാക്കി 10,000 രൂപ ഉണ്ട്. 5 രൂപ വെച്ച് നമുക്ക് വീതിച്ചെടുത്തൂടെ? എന്നാലും കാശ് എന്റേതല്ലടോ. അതുകൊണ്ട് ചൊളയിറക്കണം, എന്നാലും അവരെ കൊടുക്കാൻ പറ്റൂ. ഞാൻ തിരുവനന്തപുരത്തായി നടക്കുന്ന കാര്യം പോലും പറയണോ? നടന്നു പോണ കാര്യം ഞാൻ പറഞ്ഞത്, ഓട്ടോറിക്ഷയ്ക്ക് പോണ കാര്യം ഞാൻ പറഞ്ഞ. നാളെ വരുമ്പോ സ്ഥലം തിരിച്ചറിയാനായിട്ടൊരു സാമ്പിൾ വെക്കട്ടെ? ഒന്നും വേണ്ട, തമ്പാ. ഈ പാരയെന്തി നീ തന്നെ ഒരു പാരയാവോന്ന് എനിക്ക് പേടി. പാടോ. അപ്പൊ എന്റെ ഐഡിയക്ക് യാതൊരു വിലയില്ല. ഇതൊന്നും ഇന്ന് മനസ്സിലാവൂല, നാളെ മനസ്സിലാവുള്ളൂ. എന്നാലും നമ്മൾ മണ്ടത്തരം ചെയ്യാൻ പാടില്ലല്ലോ. അച്ഛനെ 3 ചായ അവിടെ വെച്ചേക്കട, കൈ താങ്ങും. അല്ല മുതലാളി, എന്താ നമ്മുടെ ഭാവി പരിപാടി? എന്ത് ഭാവി? വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിന്റെ കയ്യിലാണ് നമ്മുടെ ഭാവി. ചായ എടുക്കാച്ചനെ. ഉത്സയാണെന്ന് പറഞ്ഞ വെള്ളം കൊടുത്തേക്ക്, പൊട്ടാൻ മനസ്സിലാവൂല.